അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിലെ തസ്കിയയിലെ ഒന്നാമത്തെ പാഠം സൂറത്തു ഖുറൈശ്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികൾക്ക് ചെയ്തു കൊടുത്ത മഹത്തായ അനുഗ്രഹം ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹുവിന് ആരാധിക്കാൻ വേണ്ടി പറയാണ്. നമ്മളങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾക്ക് ചെയ്തു കൊടുത്ത വിഷയം ഓർമ്മപ്പെടുത്തിയാൽ ഓലെന്ത് ചെയ്യും? അനുസരിക്കും. അത് മനുഷ്യന് അങ്ങനെ സ്വഭാവമുണ്ട്. അത് നമ്മൾക്ക് അങ്ങനെ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അങ്ങനെ നെണ്ണി പറഞ്ഞുങ്ങാണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. അത് അള്ളാഹുവിന് പറ്റും. ഞാനക്കത് തന്നില്ലേ ഇത് തന്നില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയരുത്. അങ്ങനെ ഉള്ളൂ. നമ്മളൊരാൾക്ക് ചെയ്തു കൊടുത്ത ഇഹ്സാന് പറയാൻ പാടില്ല. അത് ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആർക്കെങ്കിലും വല്ല അനുഗ്രഹം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയണം. നിനക്കാരെങ്കിലും എന്തെങ്കിലും അനുഗ്രഹം ചെയ്തിട്ടുണ്ടെങ്കിലോ അത് ഇങ്ങനെ ഓർത്ത് കിടക്കും വേണം. നമ്മളൊരാൾ കുടുങ്ങിയപ്പോൾ ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുത്ത് അത് നമ്മളിങ്ങനെ പറഞ്ഞെടുക്കാൻ പാടില്ല. നമ്മൾ മനസ്സിൽ വെക്കാൻ പാടില്ല. ആ സ്ഥാനത്ത് നമ്മൾ കുടുങ്ങിയപ്പോൾ നമ്മളൊരാൾ സഹായിച്ചു അത് നമ്മളിങ്ങനെ പറയാം, അന്ന് ഞാൻ കുടുങ്ങിയപ്പോഴേ ഓൾ എന്നെ സഹായിച്ചു, എന്നെ സഹായിച്ചു എന്ന് പറയണം. ഇത് അള്ളാഹുവിന് അങ്ങനെ പറയാം. അള്ളാഹുവിന് അറിയാം ഞാൻ നിങ്ങൾക്ക് അതൊക്കെ തന്നിട്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇന്നെ അനുസരിക്കണ്ടേ. അത് അനുസരിപ്പിക്കാനുള്ള വഴിയാണ്. നന്ദിയുള്ളവർക്ക് പെട്ടെന്ന് സങ്കടം വരും. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകണ്ടെന്ന് കരുതിങ്ങാണ്ട് ഓരോട് കാര്യമൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പ്രയാസമുള്ള അതൊക്കെ പറഞ്ഞു. അല്ലാണ്ട് ഞാൻ എൻ്റെ 2 മോളെ കെട്ടിച്ച കല്യാണത്തിന് വന്നിരിക്കുന്നു പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അവിടെ നന്ദി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ തിരക്കും കൊണ്ട് ഇതിന് പോവും. അത് അനുഗ്രഹങ്ങൾ പറഞ്ഞുങ്ങാണ്ട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നന്ദിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? അനുസരണ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ നന്ദിയെ പരിശോധിക്കുകയാണ്. നോക്കാം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. അർത്ഥം ശേഷം വരുന്നുണ്ട് കേട്ടോ, നമുക്കത് നോക്കാം. ഇപ്പോൾ ആദ്യം പറഞ്ഞത് മെയിനായിട്ട് തന്നെ കേട്ടോ. ഈ സൂറത്തിൽ അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുന്നത് മക്കാനത്തു ഹാദിഹി സൂറത്തി, ഈ സൂറത്തിൻ്റെ പ്രാധാന്യം. ഹാദിഹി സൂറത്തു തദ്കിറു ലിഖുറൈശിൻ നിഅമതൻ അളീമതൻ അൻഅമല്ലാഹു തആല ബിഹാ അലൈഹിം ലിയഷ്കുറുല്ലാഹ തആല ബിത്തൗഹീദി വത്തഖ്വാ. ഈ സൂറത്ത് ഖുറൈശികൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത മഹത്തായ അനുഗ്രഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. തൗഹീദും തഖ്വയും വഴി അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് വേണ്ടി. അത് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ നിങ്ങൾക്ക് ടോട്ടൽ പറഞ്ഞു തന്നില്ലേ, അതന്നെ. അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിക്കുക, അള്ളാഹ്ക്ക് തഖ്വ ചെയ്യാനും ആരാധിക്കാനും. وذلك أن قريشا كانت معيشتهم التجارة فكانت لهم رحلتان، رحلة في الشتاء إلى اليمن ورحلة في الصيف إلى الشام. കാരണം ഖുറൈശികളുടെ ജീവനമാർഗം ജീവിതമാർഗം എന്നും പറയാം, ജീവനമാർഗം കച്ചവടമായിരുന്നു. അതിനായി അവർക്ക് 2 യാത്രകൾ ഉണ്ടായിരുന്നു. തണുപ്പ് കാലത്ത് ചൂടുള്ള യമനിലേക്കും ചൂടുള്ള കാലത്ത് തണുപ്പുള്ള യമനിലേക്കും യാത്ര. അവിടെ തണുപ്പാകുമ്പോൾ ഇവിടെ ചൂടാകുമ്പോൾ തണുപ്പുള്ളോടത്ത് പോവുക. തണുപ്പുള്ളോടത്ത് സ്വന്തം നാട്ടിൽ തണുപ്പാകുമ്പോൾ ചൂടുള്ളോടത്ത് പോവുക. എന്താല്ലേ. وكان الأسر أسر النهب والغصب
വലാകിന്ന ഖുറൈശൻ കാനൂ ഫീ അംനിൻ വഹിഫ്ളിൻ ഫീ റിഹലാതിഹിം ഹൈസു കാനൂ അഹ്ല ഹറമില്ലാഹി തആല വഉലാഅത്തി ബൈതിഹിൽ കരീം. ആ കാലഘട്ടം കൊള്ളയുടെയും പിടിച്ചുപറിക്കലിൻ്റെയും കാലമായിരുന്നു. അന്ന് എല്ലാ കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള കാലഘട്ടം. എന്നാൽ ഖുറൈശികൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഹറമിൻ്റെ അവകാശികളും അവൻ്റെ ആദരണീയമായ വീട് അഥവാ കഅബത്തിൻ്റെ കാര്യസ്ഥന്മാരുമായതിനാൽ അവർ തങ്ങളുടെ യാത്രകളിൽ സുരക്ഷിതരും സംരക്ഷിതരുമായിരുന്നു. ഇങ്ങനെയൊക്കെ കൊള്ളക്കാരും കള്ളന്മാരും പിടിച്ചുപറിക്കാരൊക്കെ ഉണ്ടായിട്ടും ഒരു അള്ളാഹുവിൻ്റെ ഭവനം നിൽക്കുന്ന കഅബ നിൽക്കുന്ന നാട്ടുകാരല്ലേ, അതിൻ്റെ സംരക്ഷകരല്ലേ, അതിൻ്റെ കാര്യസ്ഥന്മാരല്ലേ. അതുകൊണ്ട് ഓൾക്ക് യാത്രകളിൽ ശത്രുക്കളുടെ പ്രയാസങ്ങളോ കവർച്ചക്കാരുടെ ബുദ്ധിമുട്ടിപ്പിക്കലോ കൊള്ളയടിക്കലോ ഒന്നും അവർക്ക് ഉണ്ടാകലില്ല. അതൊക്കെ അള്ളാഹു കാത്തതാണ്. എന്തുകൊണ്ട് വസാദത്ത് അളമത്തുഹും ഇൻദന്നാസി വഅളമത്ത് ഹൈബത്തുഹും ഇൻദൽ മുലൂക്കി ബിഹാദിസത്തി അസ്ഹാബിൽ ഫീൽ. വേറൊരു കാര്യം പറയാം. ആനക്കാരുടെ സംഭവത്തോടെ ജനങ്ങളുടെ ഇടയിൽ അവരുടെ മഹത്വവും രാജാക്കന്മാർക്കിടയിൽ അവരുടെ പ്രഭാവവും വർദ്ധിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് വലിയ സംഭവം ഉണ്ടായിരിക്കുന്നു മക്കത്ത്. എന്നുവെച്ചാൽ ചങ്ങായി കാബ വിളിക്കാൻ വേണ്ടി അബ്രഹത്ത് പട്ടാളക്കാരും വന്ന്. അബ്രഹത്ത് ഇങ്ങനെ കാബ വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ള വർത്താനം അബ്ദുൽ മുത്തലിബിനോട്, മൂപ്പരാണ് അന്നത്തെ കാബത്തിൻ്റെയും മക്കത്തിൻ്റെ ഒക്കെ നേതാവ്, അതൊക്കെ നോക്കി നടത്തുന്ന ആൾ മൂപ്പരാ. ആ മൂപ്പരിങ്ങനെ ആട് തേറ്റാൻ വേണ്ടി മലയിൽ പോയേക്കുക. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ ആട് നോക്കി നിന്നോളി, അവിടെ അബ്രഹത്ത് അള്ളാൻ്റെ കാബ വിളിക്കാൻ വന്നിട്ടുണ്ട്. അല്ല, അബ്ദുൽ മുത്തലിബ് ഈമാനുള്ള മനസ്സിലാണ്. മൂപ്പൊരാൾ പറഞ്ഞു, എന്താ പറഞ്ഞു, കാബ ആർദാ, അള്ളാഹുവിൻ്റെ ബൈത്തുള്ളല്ലേ, അള്ളാൻ്റെ വീട് അള്ളാഹു നോക്കിക്കോളും എന്ന് പറഞ്ഞു. മൂപ്പര് ആടിനൊക്കെ തീറ്റി മൂപ്പരൊന്നും ചെയ്തു. ഇവര് വന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, നല്ല ശിക്ഷ കിട്ടി. എല്ലാവരും തിരിച്ചുകൂടി. അത് സൂറത്തുൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ ഓതിയാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആ സംഭവം ഉണ്ടായപ്പോൾ മക്കക്കാരൊന്നും കാട്ടാൻ പറ്റൂല എന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതാണ് പറഞ്ഞത്. ആനക്കാരുടെ സംഭവത്തോടെ ജനങ്ങളുടെ ഇടയിൽ അവരുടെ മഹത്വവും രാജാക്കന്മാർക്കിടയിൽ അവരുടെ പ്രഭാവവും വർദ്ധിക്കുകയും ചെയ്തു. ഹൈബത്ത് പ്രഭാവം, അലമത്ത് ആദരവ് കേട്ടോ, മഹത്വം. ഫഅമറഹുമുല്ലാഹു തആല بالشكر على هذه النعمة العظيمة بعبادة رب هذا البيت الكريم الذي أتاح لهم بسببه الطعام والأمان والعز والاحترام. ഇങ്ങനെയൊക്കെ അള്ളാഹു നൽകിയല്ലോ, അതിനാൽ ഭക്ഷണവും സുരക്ഷിതത്വവും പ്രതാപവും ആദരവും ഒരുക്കിക്കൊടുത്ത ഈ ആദരണീയമായ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട് ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ അല്ലാഹു തആല അവരോട് കൽപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, സുരക്ഷിതത്വം നൽകുന്നുണ്ട്, നല്ല പ്രതാപവുമുണ്ട്. പിന്നെ ഇതാ ഇസ്സത്ത്, പിന്നെ ഇഹ്തിറാം,
ആദരവുണ്ട്, ഇതെല്ലാം കിട്ടുന്നുണ്ട്. അത് കാരണം ഒരു അള്ളാഹ്ക്ക് എന്ത് ചെയ്യട്ടെ, ഈ വീടിൻ്റെ അഥവാ കഅബത്തിൻ്റെ രക്ഷിതാവിന് അവരെന്ത് ചെയ്യട്ടെ, ആരാധിക്കട്ടെ. ഇനി തഫ്സീറു ഹാദിഹി സൂറത്തിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിൻ്റെ ടോട്ടൽ ഈ സൂറത്തു നിന്ന് കിട്ടിയ കാര്യം അല്ലേ. ഇനി പറയണേ, തഫ്സീർ നിങ്ങൾ പഠിക്കണം. ഇത് ഇഷ്ടപ്പെട്ട പൊന്നാര മക്കൾ ഇത് പറഞ്ഞ് പഠിക്കണം. തഫ്സീർ എങ്ങനെയാണോ ഒരു ആയത്ത് ഓതുക, ആ ആയത്തിൻ്റെ തഫ്സീർ അറബിയിൽ പഠിക്കണം കേട്ടോ. അതിന് മടി കാണിക്കരുത്. അല്ലാഹു തആല പഠിച്ചവർക്ക് വലിയ ഫള് കൊടുക്കും. ഒന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ പഠിച്ച വലിയ ഫളുണ്ട്. മലായിക്കത്ത് അലൈഹിമുസ്സലാമിൻ്റെ ഹിഫ്ള് ഇട്ടു നിങ്ങൾക്ക്. മലക്കുകൾ നിങ്ങളെ മുകളിൽ ഇങ്ങനെ ഹിഫ്ളായിട്ട് സംരക്ഷണമായിട്ട് നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് തോന്നും, നമുക്ക് പിന്നെ ദൂരത്തേക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയില്ല. അള്ളാഹു നിങ്ങളെ കാക്കും കേട്ടോ. അതുകൊണ്ട് പഠിക്കണം, ഖുർആൻ നല്ല പഠിക്കണം, ഓതാനും പഠിക്കണം, തഫ്സീറും പഠിക്കണം. വലിയ കിട്ടലല്ലേ, നിങ്ങളെ പ്രായമുള്ള കുട്ടികൾ കിടന്നുറങ്ങല്ലോ ഇപ്പോൾ ഈ സമയത്ത് പലരും അല്ലേ. നിങ്ങളോ നീച്ച് വുളൂ ചെയ്ത് നിസ്കരിച്ച് അല്ലേ സുന്ദരന്മാരും സുന്ദരികളുമായി അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ മുമ്പിൽ വന്നിരിക്കുക. വലിയ ഭാഗ്യമാണത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്ത നന്ദി കാണിക്കണം കേട്ടോ. ഈ നിഅമത്തിന് നിങ്ങൾ നന്ദി കാണിക്കണം അള്ളാഹുവിനോട്. പഠിക്കണം മക്കളെ, പഠിക്കണം, നഷ്ടപ്പെടുത്തി കളയരുത് ആയുസ്. പറയാ നമുക്ക് ലഇലാഫി ഖുറൈശിൻ ലിജഅലിനാ ഖുറൈശൻ യഅലഫൂന. അതാണ് ലഇലാഫി ഖുറൈശ് എന്ന് പറഞ്ഞാൽ ലിജഅലിനാ ഖുറൈശൻ യഅലഫൂന, ഖുറൈശികളെ ഇണക്കിയതിന് വേണ്ടി. അർത്ഥതാ رحلة الشتاء والصيف. شتاء له رحلة الشتاء والصيف لجعلنا إياهم يؤلفون ارتحالهم في الشتاء في الصيف وفي الصيف في الشتاء إلى اليمن لأنها حارة وفي الصيف إلى الشام لأنها باردة. ഇതാണ് പരിഹലത്ത ശിത്താഇ വസ്സൈഫ് തന്നെ തഫ്സീർ കേട്ടോ. പറഞ്ഞു പഠിക്കുക, അർത്ഥം നമ്മൾ എഴുതിയിരിക്കണം. ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള അവരുടെ യാത്രകൾ അവർക്ക് പതിവാക്കി കൊടുക്കുന്നതിന് വേണ്ടി, അഥവാ അവർക്ക് അത് സ്ഥിരമായിട്ട് കിട്ടിയ യാത്ര. തണുപ്പുകാലത്ത് ചൂടുള്ള യമനിലേക്കും വേനൽക്കാലത്ത് തണുപ്പുള്ള ഷാമിലേക്കും അവർക്ക് നല്ല സുഖമുള്ള യാത്ര. കച്ചവടമൊക്കെ സൂപ്പറായി ചെയ്യാൻ പറ്റും. കാലാവസ്ഥ കൊണ്ട് പ്രയാസമില്ല, തണുപ്പ് കൊണ്ട് വെറുങ്ങേറാണില്ല, ചൂടും കൊണ്ട് ഇടങ്ങേറാകണില്ല. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. തഫ്സീർ فليعبدوا موحدين മാലിക ഹാദൽ ബൈത്ത്. അതിനാൽ അവർ ഈ ഭവനത്തിൻ്റെ അഥവാ കഅബത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവിനെ ഏകീകരിച്ചുകൊണ്ട് ആരാധിക്കട്ടെ. ഫല്യഅ്ബുദു മുവഹിദീനാണ് ഏകനായി പ്രഖ്യാപിച്ചിട്ട് ഏകീകരിക്കുക കേട്ടോ. ഏകീകരിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരുവനാക്കിക്കൊണ്ട്, അള്ളാഹ് ഒരുവനാണെന്ന് പ്രഖ്യാപിച്ചിട്ട് എന്ത് ചെയ്യുക, അള്ളാഹിനെ ആരാധിക്കട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂഅ് അല്ലദീ അത്അമഹും അല്ലദീ അഅ്താഹും അത്അമ ബദലൽ ജൂഇ ശദീദി. അല്ലാഹ് എങ്ങനെയുള്ള അള്ളയാണ് കഠിനമായ പട്ടിണിക്ക് പകരമായി അവർക്ക് ഭക്ഷണം നൽകിയവൻ. അതാണ് ജൂ പറഞ്ഞാൽ അൽ ജൂ ഷദീദ് പറയാം. മിഞ്ചു എന്നെ കിറക്കിട്ട പറഞ്ഞു. മിഞ്ചു തന്നെ വല്ലാത്ത വിശപ്പിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്തു, ഭക്ഷണം കൊടുത്തു അവർക്ക്. അങ്ങനെയുള്ള വആമനഹും മിൻ ഖൗഫ് വഅഅതാഹുമുൽ അംന ബദലൽ ഖൗഫി ശദീദി. കഠിനമായ ഭയത്തിന് പകരമായി അവർക്ക് സുരക്ഷിതത്വവും നൽകിയവൻ അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകി. മക്കക്കാരാന്ന് പറയാ പിന്നെ ആരും പ്രശ്നത്തിന് വരില്ല.
അന്ന് അബ്രഹത്ത് പോയത് അബ്രഹത്ത് പഠിച്ചതാണെന്ന് അവൻ മനസ്സിലാക്കി. അള്ളാഹു കൊടുത്ത അനുഗ്രഹം തന്നെയല്ലേ. ആ നാട് പറയുമ്പോൾ ഇജോടെ ചോദിച്ചാൽ ഞാൻ മക്കത്ത് പറഞ്ഞാൽ പിന്നെ മറ്റൊരു ഒഴിഞ്ഞു പോവുകയാണ്. അതൊരു അനുഗ്രഹം തന്നെയല്ലേ. അപ്പോൾ അള്ളാഹ് അങ്ങനെയൊക്കെ ചെയ്ത് അള്ളാഹ്ക്ക് അവൻ ഏകനാണ് എന്ന് മനസ്സ കൊണ്ട് ഉറപ്പിച്ചിട്ട് ആരാധിക്കുക. വഹിദീൻ ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. നഖ്റഉ വനഫ്ഹമു വാക്യത്തിൻ്റെ അർത്ഥങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഞാൻ വായിക്കണോ? ഈലാഫ് കൂട്ടിയിണക്കുക, തദ്കീർ ഓർമ്മപ്പെടുത്തുക, റിഹ്ല യാത്ര, ശിതാ ശൈത്യം, ഹൈഅത്ത് ഹൈബത്ത് ഗാംഭീര്യം, തിജാറത്ത് കച്ചവടം, മഈശത്ത് ജീവിതമാർഗം, ലൈഫല്ല സ്വൈഫ് കണ്ണാണൂല, മൊബൈൽ വെക്കാൻ നോക്കണേ. സ്വൈഫുൻ ഉഷ്ണകാലം, ജൂൻ വിശപ്പ്, അൽ ഇഹ്തിറാം ആദരവ്, അല്ലമാൻ നിഷ്പക്ഷം, എന്താണ് നിർഭയത്വം. ധരിക്കുന്നതിൽ നിർഭയത്വം എന്നാണ്. അൽ ഗസ്ബ് അപഹരിക്കൽ, കൊള്ളച്ച് കവർത്തി കൊള്ളി, ഒസ്ബയ്യ അപഹരിക്കൽ, അലമത്ത് മഹത്വം, ഹാദിസ സംഭവം, നഹ്ബ് കൊള്ള. അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാരെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും സർവ്വപാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. പാപം കാരണം ദുനിയാവിലും ആഖിറത്തിലും അവരെയും ഞങ്ങളെയും നീ പിടിച്ചു ശിക്ഷിക്കല്ലാ റബ്ബേ. ഞങ്ങളെ ഉമ്മമാരുപ്പമാർക്ക് ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങളെ ഉസ്താദുമാർക്കുമുള്ള ലോകങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബർ നീ വെളിച്ചാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, നല്ല ഓർമ്മ ശക്തി തരണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളെ നീ ഇഷ്ടപ്പെട്ടവരാക്കണേ അല്ലാഹ്. ആഖിറു സമാനാണ്. വലിയവരെക്കാൾ ചെറിയ മക്കൾ കുറ്റത്തിലകപ്പെടുന്ന കാലം, കുറ്റമെന്തെന്ന് വ്യക്തമായി അറിയാത്ത പ്രായത്തിൽ കുറ്റത്തിൽ പെട്ടുപോകുന്ന കാലം, മയക്കുമരുന്ന് യോഗം ഭരിക്കുന്ന കാലം. അല്ലാഹ് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ശിഷ്യന്മാരെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. അല്ലാഹ് നല്ലവരാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. السلام عليكم.